ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആൻഡ്രോയിഡിൽ ഒരു വലിയ ചേഞ്ച് വന്നിട്ട് കാലം കുറേ ഒരു 4-5 വർഷങ്ങളായിട്ടുണ്ടാവും ആൻഡ്രോയിഡിൽ കാര്യമായ മാറ്റം വന്നിട്ട്. എന്നാൽ ഇത്തവണ ആൻഡ്രോയിഡ് മൊത്തത്തിൽ മാറുകയാണ്. ഇതാ ഇവിടെ നിന്ന് കൊണ്ട് വലിക്കുമ്പോൾ കൺട്രോൾ സെന്റർ തൊട്ട് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റി ഒരു ബിഗ് ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ആൻഡ്രോയിഡ് അവരുടെ ഒരു സിസ്റ്റത്തിൽ. സോ അപ്പോൾ എന്തൊക്കെയാണ് യു ഐയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് ഈ ഒരു വിഷ്വൽ ചേഞ്ചുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് കൂടാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഫൈൻഡ് മൈ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫൈൻഡ് മൈ ഹബ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്തുക, നമ്മളെ ബന്ധുക്കൾ ആരെങ്കിലും ഫോൺ ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ഫോണിലേക്ക് ആഡ് ചെയ്ത് അത് കണ്ടെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വേറെ നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് എന്താണ് ചേഞ്ച് വിഷ്വലിയാണ് നമുക്ക് കാര്യങ്ങൾ മെയിനായിട്ടുള്ള ചേഞ്ചുകൾ ഒന്നും കാണാതെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, ഒരു പുതിയ ലുക്കിലേക്ക് വന്നു. അതായത് മുമ്പത്തെ ഒരു ക്വിക്ക് സെറ്റിംഗ് നമുക്കറിയാം, ഒരു ഇച്ചിരി കർവ്ഡ് ഒരു റൗണ്ട് ഷേപ്പിൽ അത് അങ്ങനെ ഇരിക്കുന്നു കുറേ കാലമായിട്ട്. എന്നാൽ ഇപ്പോഴേക്ക് ഇത് പല കളറിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന, പല ഷേപ്പിലേക്ക് മാറ്റാൻ കഴിയുന്ന പുതിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോഴായാലും ജസ്റ്റ് ഒരു സ്വൈപ്പിന് നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോഴായാലും കുറച്ച് ഭംഗി, ഒരു ക്ലീൻ, ഒരു നീറ്റ്നെസ് വന്നിരിക്കുന്നു എന്ന് പറയാം. മാത്രമല്ല ഇതിൽ എല്ലാ ടൈലുകളും, ഈ കാണുന്ന എല്ലാ ടൈലുകളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് വീതി കൂട്ടാം, കുറയ്ക്കാം. അതായത് ഈ രീതി ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് എഡിറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പല രീതിയിലേക്ക് സൈസുകൾ ഈ ഒറ്റ രീതിയെ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഐഫോണിൽ നമുക്ക് എല്ലാ രീതിയിലും പറ്റും, മുകളിലേക്കും താഴേക്കും സ്ക്വയർ ആയിട്ടൊക്കെ മാറ്റാൻ പറ്റും. ഇതിൽ സൈഡിലേക്ക് മാത്രമാണ്, എന്നാൽ പോലും ഈ രീതിയിൽ മാറ്റാൻ കഴിയുന്ന സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചില ഐക്കണുകളെ എല്ലാ ഐക്കണുകളും തന്നെ, എല്ലാ ടൈലുകളും തന്നെ നമ്മൾ ഓണും ഓഫും ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പും മാറും. കളർ മാത്രമല്ല ഷേപ്പും മാറും. ഇപ്പോൾ ബ്ലൂടൂത്ത് ഇത് ഓഫ് ആയിരിക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ കിടക്കുന്ന പോലെയാണ്. നമ്മളതിൽ ടാപ്പ് ചെയ്തത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്വയർ ഷേപ്പിലേക്ക് മാറും, ഒരു സ്ക്വയർ പോലത്തെ ഒരു ഷേപ്പിലേക്ക് മാറും. അപ്പോൾ ഇങ്ങനെ ഓണും ഓഫും ചെയ്യുന്നതിനനുസരിച്ച് മാറി മറിയുന്ന സ്റ്റൈലുകളിലേക്ക് വരുന്നു. പിന്നെ ബ്രൈറ്റ്നസ് ബാർ അതൊരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനതിന് മുമ്പ് ഏതൊക്കെയോ ഫണ്ട ചോയ്സോ അല്ലെങ്കിൽ ഇൻഫിനിക്സിൻ്റെയോ ഒക്കെ യു ഐകൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. അന്ന് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും അതൊരു പുതിയ മാറ്റമായിട്ട് പറയാം. ഇത് ഈ ബ്രൈറ്റ്നസ് സ്ലൈഡറിൽ മാത്രമല്ല, സൈഡിൽ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സംവിധാനം. അതായത് ഈ വോളിയം ബാറിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എല്ലായിടത്തും ഈ ഒരു മാറ്റം കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് സ്ലൈഡർ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ സംഭവങ്ങളുടെ സ്ലൈഡറിൻ്റെ ഒരു പുതിയ രീതി. ഇനി ഈ കൺട്രോൾ സെൻറ്റർ നമുക്ക് എഡിറ്റ് കൊടുത്ത് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞതാ. ഇഷ്ടംപോലെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി എടുക്കാം. ഇനി മൊത്തത്തിൽ എടുത്ത് കഴിയുമ്പോൾ ആ കുളവായെന്ന് തോന്നിയാൽ ഏറ്റവും താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഒരു റീസെറ്റ് കൊടുത്താൽ എല്ലാം പഴയപടിയാവും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി മറച്ചൊക്കെ ഉപയോഗിക്കുക. സോ അപ്പോൾ ഇങ്ങനെയാണ് ക്വിക്ക് സെറ്റിംഗ് പാനലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പുതുമ. വലിയ പുതുമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, എന്നാലും നല്ലതാണെന്ന് ഒരുപാട് പേര് അഭിപ്രായം പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പറയാം. ഇനി ഈ യു എയിൽ മൊത്തത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ്, എല്ലായിടത്തും ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വന്നിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ക്വിക്ക് സെറ്റിംഗ് പാനൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബാക്കിൽ ചെറിയൊരു ബ്ലർനെസ്, നമ്മുടെ ഐഫോണിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ബ്ലർ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. മുമ്പത് ക്ലീൻ ആയിട്ട് കിടക്കുമായിരുന്നു, ഇപ്പോൾ അത് ഒരു ബ്ലർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ആബ്രോ എടുത്താൽ പോലും അതിൻ്റെ ബാക്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടോ? നിങ്ങളാണ് പറയേണ്ടത്. കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമായില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എന്നാലും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കൊടുത്ത് നന്നാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ലോക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരുപാട് മാറ്റങ്ങളാണ്. അതായത് മെയിനായിട്ട് എന്താ, ഇവിടെ കുറേ ഐക്കണുകൾ ചെറുതായിട്ട് ഈ ക്ലോക്കിൻ്റെ താഴെയായിട്ട് കുറച്ച് ഐക്കണുകൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ സാംസങ്ങിൻ്റെ One UI നമ്മൾ കാണില്ലേ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ആ നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ ഇങ്ങനെ വരും. അതുപോലെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുതൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിലെ ഇത് കിട്ടുമെന്നാണ്. അപ്പോൾ അതിൽ തൊട്ടുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിലത്തെ കുറേ സംഭവങ്ങൾ മറ്റുള്ള പല യു ഐകളിൽ നിന്നും അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും, തോന്നുന്നതാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഈ ക്ലോക്കിൻ്റെ ഐക്കൺ കംപ്ലീറ്റ് ആയിട്ട് സ്ലിം ആക്കി മാറ്റാൻ പറ്റും. അതായത് നമ്പർ കംപ്ലീറ്റ് സ്ലിം ആക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ തിക്കാക്കി മാറ്റാൻ പറ്റും. ഇത് ഒരു മാറ്റമാണ്. പക്ഷേ ഒരു ക്ലോക്ക്, ഈ ഒരു സ്റ്റൈൽ ക്ലോക്ക് ഇട്ടാൽ മാത്രമേ ഇത് പറ്റൂ. ബാക്കി ഏതിട്ടാലും ഇതനങ്ങില്ല. ഈ ഒരു ഒരെണ്ണത്തിന് മാത്രം സ്ലിമ്മും ബ്രൈറ്റും ആക്കാൻ പറ്റും. അതെന്താ ബാക്കിയുള്ളതിന് അങ്ങനെ ആക്കിയാലും കുഴപ്പം? എനിക്ക് പറ്റാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വാൾപേപ്പറിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വെതർ കാര്യങ്ങളൊക്കെ അതിന് വാൾപേപ്പറിനൊപ്പം വരും. ഇപ്പോൾ നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഇമേജ് എടുത്ത് യൂസ് ആസ് വാൾപേപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒരു സംഭവം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പലതരത്തിൽ വെതർ എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരം ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫോഗ് കൊടുത്താൽ താഴെ ഫോഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. റെയിൻ കൊടുത്താൽ നമ്മുടെ വാൾപേപ്പറിന്റെ മുകളിൽ കൂടെ മൊത്തത്തിൽ ഇങ്ങനെ മഴ പെയ്ത് ഒഴുകി വീഴുന്നത് കാണാം. സ്നോ ആണ് കൊടുക്കുന്നെങ്കിൽ സ്നോ വീഴുന്നത് കാണാം. സൺ ആണെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് അടിക്കുന്ന പോലത്തെ എഫക്റ്റ് കാണാം. ലോക്കൽ എന്നുള്ള ഏറ്റവും അറ്റത്തുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വെതർ എന്താണോ നമ്മുടെ ഏരിയയിൽ ആ വെതറിനനുസരിച്ച് കൊണ്ടുള്ള ഒരു സംഭവമായിരിക്കും കാണിക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. അതും ഒരു മാറ്റമാണ്. പിന്നെ പുതിയൊരു എഫക്റ്റ് ഇവർ ചേർത്തിരിക്കുന്നത്, നമ്മൾ ലോക്ക് സ്ക്രീനിൽ നിന്ന് ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഒരു എഫക്റ്റ്, ഒരു സൗണ്ട് എഫക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം, കാരണം ചെറിയൊരു ഗ്ലാസ് എഫക്റ്റ് പോലെ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന നേരത്തെ ഫീൽ ചെയ്തോളൂ. പിന്നെ മറ്റൊരു ചേഞ്ച് നമ്മൾ കാണുന്നത് മുകളിലെ സ്റ്റാറ്റസ് ബാറിൽ
നമ്മുടെ ഐഫോണിൻ്റെ പോലെ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററി, വൈഫൈ അതിൻ്റെയൊക്കെ ചിഹ്നത്തിൻ്റെ ഏരിയ വന്നിട്ട് ഐഫോണിൻ്റെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഐഫോണിൽ ഇതാക്കണ്ട ബാറ്ററി, അതുപോലെ വൈഫൈ, പിന്നെ മൊബൈൽ സിഗ്നൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിലും അതേപോലെ തന്നെ ഭംഗിയായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. നമ്മൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ടാവും. അതിനൊക്കെ ഒരു ബൗൺസിങ് എഫക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് നോട്ടിഫിക്കേഷൻ നമ്മളിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചങ്ങനെ നിൽക്കും, നാടിയോളം ഞാൻ നിൽക്കും. ആ ഒരു ബൗൺസിങ് എഫക്റ്റ്. ഇപ്പോൾ നിങ്ങൾ റീസെൻറ്റ് ടാബിലേക്ക് കിടക്കുകയാണെങ്കിലും നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ താഴെ വന്നൊന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു സംഭവം, ഒരു ഇങ്ങനെ ഒന്ന് ചാടി ബൗൺസ് ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു മേന്മയായിട്ട് പറയപ്പെടുന്നുണ്ട്. മുമ്പും സ്മൂത്ത് തന്നെ ആയിരുന്നു, ഇപ്പോഴൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി നൈസാക്കി എടുത്തിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് നന്നായിട്ടാണ് തോന്നിയത് കേട്ടോ. യൂസർ എക്സ്പീരിയൻസിൽ കാര്യമായ മാറ്റം, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കാര്യമായൊരു മാറ്റം ഫീൽ ചെയ്യും. കാരണം മൊത്തത്തിൽ എല്ലാ ഏരിയയും സോഫ്റ്റാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ക്ലിയർ ഓൾ നോട്ടിഫിക്കേഷൻ. ക്ലിയർ ഓൾ എന്നുള്ള ഒറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മൊത്തം നോട്ടിഫിക്കേഷൻ ക്ലിയർ ആവും. ഐഫോണിൽ അത് ഇതുവരെയും വന്നിട്ടില്ല. അതിൽ നിറച്ച് നോട്ടിഫിക്കേഷൻ കിടക്കും. നമ്മളെല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യേണ്ട അവസ്ഥ. ക്ലിയർ ഓൾ വേണ്ടതായിരുന്നു അതിൽ. പക്ഷേ ഇവർ നൈസായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് UI മൊത്തത്തിൽ ഐക്കൺസ് ഒക്കെ ഇതാ ഇങ്ങനെ കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും കളർഫുള്ളായ ഐക്കൺസ് കാണാം. അതും നൈസായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ സെറ്റിംഗ്സ് UI ഒന്ന് ക്ലീൻ ആയി എന്ന് പറയാം അല്ലേ, ഒത്തിരി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് അതും ഒരു പക്ഷേ ഫീൽ ചെയ്യാൻ കഴിയും ഉപയോഗിച്ച് വരുമ്പോൾ. ഇനി ഇതിൽ വാൾപേപ്പറിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയാൽ നമുക്ക് ഈ ടൈലുകളുടെ ഒക്കെ കളറുകൾ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് താഴെ കളറുകളുടെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുകളിലത്തെ കൺട്രോൾ സെൻറ്ററിൻ്റെ കളർ മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള കളറുള്ള കൺട്രോൾ സെൻറ്റർ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ആപ്പുകളുടെ അകത്തും കാര്യമായ മാറ്റങ്ങൾ എല്ലായിടത്തും. ഞാൻ ഈ പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയാൻ കാരണം എല്ലാ ഭാഗത്തും ഒരു റിഫൈനിങ് കൊണ്ടുവന്നിരിക്കുകയാണ് അവർ. ഒന്നും വിട്ടിട്ടില്ല. ജസ്റ്റ് ക്ലോക്ക് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ ഉള്ളിലും ടൈം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്, അലാറം സെറ്റ് ചെയ്യുന്നിടത്തൊക്കെ പുതിയ രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. സോ അതൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും ഇവിടെ കാണാം. ക്ലോക്ക് ആയാലും ബാക്കി എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. കാൽക്കുലേറ്ററിൻ്റെ ഭാഗവും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഒക്കത്തിൽ ഒരു ചെറിയൊരു റിഫൈൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ആൻഡ്രോയിഡിൽ മൊത്തത്തിൽ ഡിസൈൻ വൈസ് മാറിയിരിക്കുകയാണ്. കൂടുതൽ ഞാനിതിൻ്റെ എല്ലാ ഘടകങ്ങളും അങ്ങനെ എടുത്ത് വിസ്തരിച്ച് പറയുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു ഭയങ്കര പുതുമയും സംഭവങ്ങളൊക്കെ തോന്നി. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഘടകം എന്ന് പറയുന്നത് ഈ മാറ്റങ്ങൾ ഇതിന് മുമ്പും ആൻഡ്രോയിഡിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ലത് തന്നെയായിരുന്നു. അതിൽ നിന്ന് ഇതിലേക്ക് മാറി എന്ന് മാത്രമല്ലാണ്ട് അത് മോശമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് നന്നായിരുന്നു. ഇപ്പോഴേക്ക് ഇതിൽ വന്നിരിക്കുന്ന ഒരു നല്ല കാര്യം, നല്ല സോഫ്റ്റായി സ്മൂത്തായി മാറിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് ഇതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നോക്കുക. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സാംസങ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ UI 7 ആയിരിക്കും. ഷവോമി ആണെങ്കിൽ അതിൽ ഹൈപ്പർ OS ആയിരിക്കും. വിവോ ആണെങ്കിൽ ഫൺ ടച്ച് OS ആയിരിക്കും. OnePlus ആണെങ്കിൽ ഓക്സിജൻ OS ആയിരിക്കും. സോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് കിട്ടുന്നവർക്കാണ് ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം. അതായത് ഗൂഗിളിൻ്റെ പിക്സൽ അല്ലെങ്കിൽ മോട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ 2-3 ബ്രാൻഡുകളുടെ ഫോണിൽ മാത്രമാണ് ഈ പറഞ്ഞ ചേഞ്ചുകൾ നിങ്ങളെ ബാധിക്കാൻ പോകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൽ വന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ ഞാൻ പറയാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഗൂഗിൾ കഴിഞ്ഞ ദിവസം നടത്തിയ അനൗൺസ്മെൻറ്റുകൾ നമുക്കറിയാം. ഒട്ടനവധി അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് യൂസേഴ്സ്, ഗൂഗിൾ യൂസേഴ്സ്, ഗൂഗിൾ ക്രോം യൂസേഴ്സ്, ഗൂഗിൾ ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ തന്നെയും AI-നെയൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മൊത്തത്തിൽ AI വെച്ചുകൊണ്ടൊരു കലക്കാൻ പോവാണ് ഗൂഗിൾ. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ലൈവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവരുടെ ഈ ഗൂഗിളിൻ്റെ ജെമിനി ലൈവ്. അതായത് നമ്മൾ ജെമിനി ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ജെമിനി വരും. അതിൻ്റെ സൈഡിലുള്ളൊരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി ലൈവ് വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ, സ്ക്രീൻ 2 ഓപ്ഷൻ വരും. നിങ്ങൾ വീഡിയോ ഓപ്ഷൻ എടുത്തിട്ട് അതിങ്ങനെ ക്യാമറ നിങ്ങൾ ഈ റൂമിൽ മൊത്തം കാണിച്ചു നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എന്തൊരു ഒബ്ജക്റ്റിനെ നേർക്ക് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും അതെന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ട് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ S25 എഡ്ജിൻ്റെ വീഡിയോയിൽ. ജെമിനി ലൈവിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അടിപൊളി സെറ്റപ്പാണ്. നിങ്ങളത് നോർമലി നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അതെന്താണെന്ന് ചോദിക്കാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ചുമ്മാ അത് എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ കാണാത്തവർ അത് കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരും എന്നുള്ള കുറേയധികം അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. ജസ്റ്റ് ആ ഡെമോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് ഉപയോഗിക്കുക. അടിപൊളിയാണ്. അതേപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഗൂഗിൾ I/O കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അത്രയധികം കാര്യങ്ങളുണ്ട്. ഗൂഗിൾ ക്രോമിൽ AI വരുന്നു, ബ്രൗസിങ് തന്നെ വേറെ ലെവലിലേക്ക് മാറും. സോ ഗൂഗിളിൻ്റെ സെറ്റപ്പ് മൊത്തം മാറണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആൻഡ്രോയിഡിലും മൊത്തത്തിൽ അപ്ഗ്രേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാ അവരെ ലോഗോ വരെ മാറി. ഇതൊക്കെ ഇവിടെ കാണാം പഴയതും പുതിയതും. സോ കംപ്ലീറ്റ് ചേഞ്ച് ആണ്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സോ ആൻഡ്രോയിഡ് യൂസേഴ്സിനെ സംബന്ധിച്ച് നല്ല ടൈം വരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.